അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം മീരാസ് കിച്ചൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നതും. അപ്പോൾ 2 തവണയും ഞാനൊരു 1.5 മണിക്കൂർ കരഞ്ഞ് നിലവിളിച്ച് കാല് പിടിച്ചു, എൻ്റെ കൂടെ തിരിച്ചു വാ. ഭയങ്കര സ്പീഡിൽ റിവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇടിച്ച് കയറ്റി. എൻ്റെ അടുത്ത് പറയാണ്, ചുമ്മാതല്ലടി നിൻ്റെ കൊച്ചിങ്ങനെ ആയിപ്പോയെന്ന്. ഒരു അമ്മയ്ക്കും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നത്. മന്ദബുദ്ധി, പൊട്ടൻ, എന്തൊക്കെ വേർഡാണ് വിളിച്ചുകൊണ്ട്. അതിന് എൻ്റെ കുട്ടി എന്ത് വിളിച്ചു? സ്ത്രീകളെ അപമാനിക്കാൻ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവളുടെ സെക്സിനെ പറയുക. എനിക്കൊരു ഡ്രീമായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത്. അതിനെനിക്ക് എൻ്റെ ഹസ്ബൻഡ് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. സെപ്പറേറ്റഡ് ഇൻ ദ സെൻസ് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് സെപ്പറേറ്റ് ആണ്. മറ്റൊരാൾക്ക് പുള്ളി പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. അത്ര പൊസസീവാണ് ഞാൻ. ആ സ്റ്റാഫ് അല്ല എൻ്റെ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. മേ ബി ഒരു ഫീമെയിൽ ആയിരിക്കാം. എനിക്ക് എൻ്റെ കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റില്ല. അച്ഛനെ അമ്മയും വേണ്ട ആവശ്യമുള്ള ഒരു കുട്ടിയാണ് അവൻ. മൂത്ത 2 മക്കളെ പോലല്ല. മീരാസ് കിച്ചണിലെ മീരയാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. മീര, നമസ്കാരം. നമസ്കാരം. അടുത്തിടെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഞാൻ അങ്ങനെയാണ് മീരയിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷം നമ്മളിവിടെ വെച്ച് കണ്ടു. അപ്പം ആ പോസ്റ്റിൽ ഒരു സിംഗിൾ മദർ ആണെന്നും പിന്നെ കുഞ്ഞിനെ കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു അനുഭവിക്കുന്ന ഒരു ട്രോമ, ഒരു ഓട്ടോക്കാരൻ പൈസ കൂടുതൽ ചോദിച്ചതിൽ നമ്മളെ പറയാൻ നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞൊരു സീനാണ്. നമ്മൾ ആക്ച്വലി ഞാനും അത് വായിച്ചപ്പം വല്ലാണ്ടായിപ്പോയി. വായിച്ചപ്പം ഞാൻ അത്രയായെങ്കിൽ അനുഭവിച്ച മീര. അതെ, അത് ഒരുപാട് പേർക്ക് ഫീലായി. ഞാൻ ആ ഒരു ഇൻസിഡന്റ് അങ്ങനെ തന്നെ ഞാനത് എഴുതിയത്. അതിലൊരു കലർപ്പും ചേർക്കാതെ ഞാൻ അനുഭവിച്ച വേദനയാണ് ഞാൻ അങ്ങനെ തന്നെ വാക്കുകളിലേക്ക് ആക്കിയത്. അത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാനും മോനും കൂടെ MG റോഡിൽ ഒരാവശ്യത്തിന് പോയിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി. തിരിച്ച് ഒരു 7 മണിയോടെയാണ് ഞാൻ ഈ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത്. പൊതുവെ എനിക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്, വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇപ്പം വണ്ടി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോയിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഓട്ടോയിൽ ഞാൻ സാധാരണ ഊബറാണ് എടുക്കുന്നത്. ഊബർ ആകുമ്പോൾ നമുക്ക് സേഫാണ്, നമുക്ക് ഒരു ബാർഗെയിനിങ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് ആ ഒരു 7 മണിയായി. ഞാൻ ഓട്ടോ കൈ കാണിച്ചു നിർത്തി കയറി കഴിഞ്ഞൊരു 10 അടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഷോപ്പിൽ ഒന്ന് പോകാൻ പറ്റുമോ, ഒന്ന് U-ടേൺ എടുത്താൽ മതി. അപ്പോൾ അവിടെ പോയിട്ട് ഒരു സാധനം ഞാൻ അവിടെ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്കത് കളക്ട് ചെയ്ത് വരാമെന്നു. പുള്ളി ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഓക്കെ പോകാം എന്നുള്ള മട്ടിൽ അയാൾ U-ടേൺ എടുത്ത് നമ്മൾ ആ ഷോപ്പിൽ പോയി അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. അപ്പോൾ ചെന്നപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഒരു ചെറിയ തിരക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നമ്മൾ പറഞ്ഞ ഐറ്റം എടുത്ത് വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല മാഡം ഒന്ന് നിൽക്കുക, ഒരു 2 മിനിറ്റ് എടുത്തു തന്നു. വേഗം പാക്ക് ചെയ്തു തന്നു. ഞാനൊരു 5-6 മിനിറ്റ് കൊണ്ട് ഓട്ടോയിൽ വന്ന് കയറി. ഞാൻ അതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോൻ അവൻ കുറച്ച് ചാലഞ്ച്ഡ് ആണ്. അപ്പോൾ ആ മോൻ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു, 15 വയസ്സുണ്ട്. മോൻ എന്താണ്? മോന് ബൈ ബർത്തിൽ തന്നെ അവന് ഒരുപാട് ഉണ്ടായപ്പോൾ തന്നെ അവന് ഒത്തിരി ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അതായത് ബ്രെയിനിന് കുറച്ച് ഡാമേജ് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്പീച്ചും റൈറ്റിംഗ് ലേണിംഗ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അവൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സംസാരിക്കും. അവൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംസാരമാണ്. പിന്നെ അവന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അവന് ഗെയിം കളിക്കാൻ അറിയാം, പിന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയില്ല. ബട്ട് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് അങ്ങനെ വലുതായിട്ടില്ല. നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ കാണിച്ചു. അപ്പം മോന് ആക്ച്വലി ഉള്ളത് ഒരു മെന്റലി റിട്ടാർഡ് എന്നുള്ള കാറ്റഗറിയാണ് അവർ എഴുതിയേക്കുന്നത്. അപ്പോൾ 15 വയസ്സുണ്ടെങ്കിലും അവനൊരു 2.5 വയസ്സിന്റെ ബ്രെയിൻ ആണുള്ളത്. ചില കാര്യങ്ങൾ അവൻ നല്ല മിടുക്കനാണ്. അങ്ങനെ ഒരു സ്പെക്ട്രത്തിലാണ്. അതെ. അപ്പൊ കുഞ്ഞും ഞാനും അപ്പൊ ഞങ്ങള് വണ്ടിയിൽ തിരിച്ചു കയറി. ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു അവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പൊതുവെ എല്ലാ ഓട്ടോക്കാരും 80 രൂപയാണ് വാങ്ങുന്നത്. 80 അങ്ങേ അറ്റം 100 രൂപ വാങ്ങും ഒരു 8 മണി സമയമാണെങ്കിൽ. അപ്പോൾ 7:30 മുമ്പ് നമ്മൾ എത്തി. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, എത്രയാണ് ചേട്ടാന്ന് ചോദിച്ചു. ഊബറാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ഇതിപ്പോൾ വിളിച്ച ഓട്ടോ ഞാൻ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു 100 എന്ന് ഞാൻ ആലോചിച്ചു. ഓക്കെ, 80 പോയിട്ട് ഒരു 20 രൂപയും കൂടെ കൂടുതൽ അയാൾ വാങ്ങിയേക്കും. 100 എന്നുള്ള കാൽക്കുലേഷനിൽ എത്രയാണ് ചേട്ടാ എന്നിങ്ങനെ ചോദിച്ചപ്പം എൻ്റെ മോനും ഇറങ്ങി. അയാൾ പെട്ടെന്ന് പറഞ്ഞ് 200 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 200 രൂപ എന്തായാലും ആവില്ല, 120, 140 അയാൾ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു അതെങ്ങനെ ചേട്ടാ 200 ആവുന്നേ, അത് എന്തൊരു റേറ്റാ ഈ ഒരു ടോണിൽ തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതിന് 5 മിനിറ്റ് പോലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലല്ലോ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഒച്ച എടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒച്ച എടുക്കണ്ട, ഞാൻ 80 രൂപയെ വിചാരിച്ചു, ഞാൻ 100 തരാമെന്ന് പറഞ്ഞു. 100-ലൊന്നും ഞാൻ ഇങ്ങോട്ട് വരില്ല. പിന്നെ അയാൾ വല്ലാണ്ട് റേസായി. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എത്ര വന്നാലും ശരി 120 കൂടുതൽ ആവില്ല, 40 രൂപ വെയിറ്റിംഗ് ചാർജ് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ വീണ്ടും ഒച്ച കൂട്ടുകയാണ്. അപ്പം എൻ്റെ കുട്ടി വല്ലാണ്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ അയാളൊരു നല്ല സൈസുള്ള ഒരു മനുഷ്യനാണ്, ഒരുപാട് താടിയും നിറയെ മുടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു പേടിച്ചു പോയി. മോനിങ്ങനെ ആരെങ്കിലും ഒച്ച എടുക്കുന്നവന് ഇത്തിരി പേടിയാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ ആരും അവൻ്റെ നേരെ ഒച്ച എടുത്തിട്ടില്ല.
ഓക്കെ. അത്രയും ഒരു സോഫ്റ്റ് കിഡാണ് അവൻ. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. ആരോടും അവൻ അരഗൻ്റ് അല്ല. അവൻ്റെ ഒരു കാര്യത്തിനും അവൻ ഒച്ച എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം തന്നെ അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾക്ക് ആണെങ്കിലും അതെ, അവൻ്റെ 2 ചേട്ടന്മാരുണ്ട്. ഞങ്ങൾ പേരൻസ് ആണെങ്കിലും അതെ, ഇപ്പോൾ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആര് വന്നാലും കുഞ്ഞിനോട് ആരും അവനോട് അവൻ്റെ ജനിച്ച കാലം മുതൽ അവനോട് ആരും ദേഷ്യപ്പെട്ടിട്ടില്ല, അടിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കുഞ്ഞാണ്. അപ്പം ഇത് കണ്ടപ്പോൾ വല്ലാണ്ട് പാനിക്കായി പോയി. കുഞ്ഞാകെ അങ്ങോട്ട് കയറുന്നു, തിരിച്ചു വരുന്നു, വല്ലാണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ 120 തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ആർക്ക് വേണം നിങ്ങളുടെ പൈസ? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ 7:30 ആയുള്ളൂ, ചേട്ടൻ ഇനി ഓടാൻ സമയമുണ്ടല്ലോ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 200 രൂപ വാങ്ങിയിട്ട് അതിലും നല്ല ചേട്ടൻ ഇനി ഓടി വാങ്ങുമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. ചേട്ടൻ ഇനി ഓട്ടം കിട്ടുമല്ലോ, സമയം എത്രയല്ലേ ആയുള്ളൂ, ഓക്കെ 8 മണി 10 മണി ആയെങ്കിൽ നമുക്കൊരു 150 രൂപ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇത് അങ്ങനെയല്ല. അപ്പോൾ പുള്ളി വീണ്ടും മോശമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ വളരെ നോർമലായിട്ട് സംസാരിച്ചിട്ടും ഇയാൾ മോശമായിട്ട് ഒച്ച എടുക്കുക. അപ്പോൾ ഞാൻ വേഗം ഇത് സ്കാൻ ചെയ്തു, QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ 120 ഇട്ടു എൻ്റെ മൊബൈലിൽ നിന്ന്, GPay ഇട്ടു. അപ്പം അങ്ങനെയാണ് ചെയ്തത്. അപ്പോഴേക്ക് ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ 120 ഇട്ടത്, എനിക്കിത് പോരാ, അരി വാങ്ങാൻ തികയില്ല, പരിപ്പ് വാങ്ങാൻ തികയില്ല, എല്ലാത്തിനും വില കൂടുതൽ. പിന്നെ ശരി, നിങ്ങളുടെ കൂടെ നിങ്ങളിപ്പോൾ ഞാനിവിടെ ഇത്രയും നേരം ഇവിടെ നിർത്തിയില്ലേ? ഞാൻ പറഞ്ഞു, ചേട്ടനോ വണ്ടി ഓഫ് ചെയ്തിട്ടായിരുന്നില്ലേ, എന്തിനാ എന്നോട് തർക്കിക്കുന്നത്, ഞാൻ എന്തായാലും 120 തരാം എന്ന് പറഞ്ഞ് 120 ഇട്ടു. അപ്പോഴേക്ക് ഇയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇയാൾ പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് മുന്നോട്ടെടുത്തപ്പോൾ ഞാൻ എൻ്റെ കിറ്റ് എടുത്ത്, സാധനങ്ങൾ വാങ്ങി കിറ്റ് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലേക്ക് ഇടിച്ച് കയറ്റി. അപ്പോൾ അതെല്ലാം കൂടെ മറിഞ്ഞു വീണു. അപ്പോൾ കുഞ്ഞ് വീണ്ടും വല്ലാണ്ടായി ഇത് കണ്ടിട്ട്. ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് വെച്ചു, എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചു. അപ്പോൾ ഇയാൾ വണ്ടി വേഗം റിവേഴ്സ് എടുക്കാനുള്ള പ്ലാനിൽ റിവേഴ്സ് അങ്ങോട്ട് എടുക്കുകയും ഭയങ്കര സ്പീഡിൽ റിവേഴ്സ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ചുമ്മാതല്ലടി നിൻ്റെ കൊച്ചിങ്ങനെ ആയിപ്പോയെന്ന്. ഒരമ്മയ്ക്കും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. കാരണം എൻ്റെ കുഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഇൻസിഡൻറ്റിൽ. അവൻ ഇന്നസെൻ്റ് ആണ്. അവൻ്റെ ജനനം കൊണ്ടല്ല ഈ മനുഷ്യന് ഞാൻ 200 രൂപ ഞാൻ കൊടുത്തില്ല എന്നുള്ള പൈസ, ആ ഒരു തെറ്റാണ് ഇയാൾ കണ്ടുപിടിച്ചത്. അതാണ് അയാൾക്ക് എൻ്റെ നേരെയുള്ള അലിഗേഷൻ. അതിന് എൻ്റെ കുട്ടി എന്ത് പിഴച്ചു, ചുമ്മാ അതല്ലടി നിനക്ക് ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും പ്രതികരിക്കാൻ കിട്ടിയില്ല. ഒരു 10 സെക്കൻഡ് ഞാൻ മിണ്ടാണ്ടായിപ്പോയി. ഒന്ന് വീണ്ടും എടുത്തിട്ട് ഞാൻ അപ്പോഴേക്കാളും സ്പീഡിൽ റിവേഴ്സ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ വീട്ടിലും ഈ ലോകത്ത് ഏത് വീട്ടിലും ഇങ്ങനെ സംഭവിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു, അവനെ എന്തിനാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഒച്ച എടുത്ത പോലും ഇല്ല, എനിക്ക് പെയിൻ കൊണ്ടാണ് ഞാൻ അത്രയും ചോദിച്ചത്. അപ്പം ഇയാൾ പറഞ്ഞു, നിനക്കൊക്കെ ഇങ്ങനെയുള്ളതേ ഉണ്ടാവുള്ളടി എന്ന് കൂട്ടിച്ചേർത്തു. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആയപ്പോൾ എനിക്ക് പിന്നെ മിണ്ടാൻ മേലാണ്ടായിപ്പോയി. അപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് വല്ലാണ്ട് അവന് അപ്സെറ്റ് ആവുക. അവനത് മനസ്സിലായിട്ടല്ല, പക്ഷെ അവൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് അവന് തോന്നി. അപ്പം ഇയാൾ വേഗം റിവേഴ്സ് എടുത്തു, ഇയാളങ്ങ് നേരെ ഗേറ്റിലേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ബോധം വീണ്ടെടുത്തത്. കാരണം കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞോടെ ഞാൻ വല്ലാണ്ടായി പോയായിരുന്നു. ഞാൻ പെട്ടെന്ന് സെക്യൂരിറ്റി ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇയാൾ സ്പീഡിൽ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റിയോട് ഒത്തിരി എന്തൊക്കെയോ മോശമായിട്ട് വരുന്നു. അവർ 80 രൂപ തരാമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ വേഗം സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഓട്ടോയുടെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞു. വേഗം അയാൾ നോട്ട് ചെയ്തു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെന്നിട്ടത് എഴുതിയെടുത്ത് ഞാൻ അപ്പം തന്നെ പോയി. എനിക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. സാധാരണ ഞാൻ പാനിക് ആവാറാണ്, കരഞ്ഞു പോകും ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം കാരണം എനിക്ക് ആ സമയത്ത് ഷെയർ ചെയ്യാൻ അവിടെ ആരുമില്ല. മോൻ്റെ നേരെ മൂത്ത കുട്ടി വീട്ടിലുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവനെ വിളിച്ചപ്പോൾ അവൻ അവിടെ ഇല്ല. ഞാനും കുട്ടിയും തന്നെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പോലീസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റിൽ വന്നേക്കാം മാഡം എന്ന് പറഞ്ഞു. കടവന്തര പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വേഗം, നമുക്ക് അറിയാവുന്ന SI തന്നെയാണ്, ഫാമിലിയായിട്ട് പരിചയമുള്ള ആളാണ്. സാർ ഇമ്മീഡിയറ്റ്ലി വന്നു, 2 ഓഫീസേഴ്സും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്തു. ഞങ്ങൾ എന്ത് സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സിനെയും വിളിച്ചു. അവരും വേഗം വന്നിട്ട് അവരപ്പം തന്നെ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നു. നമ്മുടെ സെക്യൂരിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റും എടുത്തായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് അവർ ഇമ്മീഡിയറ്റ്ലി അവർക്കുള്ള ഹോൾഡ് വെച്ചിട്ട് അവർ പെട്ടെന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്ക്, സിറ്റി പോലീസ് കമ്മീഷണർക്ക്, അങ്ങനെ എല്ലായിടത്തേക്കും മെയിൽ അയച്ചു. അപ്പോഴേക്ക് പോലീസിൽ നിന്ന് വീണ്ടും എനിക്ക് വിളി വന്നു, എന്താ മാഡം സംഭവിച്ചത്, മാഡം സ്റ്റേറ്റ്മെൻറ്റ് തരാൻ റെഡിയാണോ, മൊഴി തരാൻ റെഡിയാണോ ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും തരും. മാഡം കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യണം, കാരണം എൻ്റെ കുട്ടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ലോകത്തൊരാൾക്കും ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ ഡിഫക്റ്റിനെ എടുത്ത് കളിയാക്കാനോ അവകാശമില്ല, ഒരാൾക്കും ഇല്ല. അത് ആണായാലും പെണ്ണായാലും, അത് ഏജ് ഒന്നും നോക്കണ്ട, ആർക്കും ആരെയും അങ്ങനെ പറഞ്ഞ് അപമാനിക്കാൻ. പണ്ടത്തെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്, ഞൊണ്ടി അല്ലേ, പൊട്ടൻ, മന്ദബുദ്ധി, പൊട്ടൻ, എന്തൊക്കെ വേർഡാണ് വിളിച്ചുകൊണ്ടത്. എനിക്കൊന്നും ഇപ്പോഴത്തെ ഒരു 80 വയസ്സൊക്കെയുള്ള ആ ഒരു തലമുറയിലെ ആൾക്കാരുണ്ടല്ലോ, അവരിപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്ത് ഞാൻ കേൾക്കുന്നുണ്ടത്. അവർക്ക് പെയിൻ അറിഞ്ഞൂടാ.
മറ്റുള്ളവരത് ആ ഡിഫക്റ്റ് ഉള്ള ആള് അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് അവരത് എടുക്കുന്നതെന്നുള്ള ആ പെയിൻ അവർക്ക് മനസ്സിലാവഞ്ഞിട്ടാണ്. ഇപ്പൊ ഈ ഓട്ടോക്കാരൻ അങ്ങനെയാണ്. കാരണം ഒരുപക്ഷെ അയാളുടെ വീട്ടിലോ അയാളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മക്കൾക്കോ ഒന്നും ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉള്ള കുട്ടിയെ കണ്ടു കാണത്തില്ല. അങ്ങനെ ഒരു കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്, അതിൻ്റെ ആ കുട്ടിയും കൂടെ നമ്മൾ സൊസൈറ്റി പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ ഫാമിലിയിലേക്ക് ഗസ്റ്റ് വരുമ്പം ആ കുഞ്ഞിനെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു, ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെയല്ല. ചിലർ വളരെ ഇവനെ അവരുടെ സ്വന്തമായിട്ട് കാണും, ചിലർക്ക് ഭയങ്കര അകലമാണ്. എങ്ങനെ ഇവനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, പേടിയുണ്ട്. അതെ, ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചിലർക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരാളുടെ ഈ ഒരു ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന അയാളൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ശരിക്കും, അല്ലേ? മനസ്സിലായില്ലേ? ഒരു വിഭാഗത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അയാള്. ഒരു വലിയ വിഭാഗം ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഈ കുഞ്ഞിനെ മനസ്സിലാക്കും, എന്നെ മനസ്സിലാക്കും. ഈ ഒരു ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ അവർക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവരുണ്ട്, അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇയാൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കുഞ്ഞിനെ. അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അയാൾ അതിൻ്റെ ഉള്ളൊരു ആ കുട്ടിയെ എങ്ങനെ അതിനോട് അതിനെപ്പറ്റി എന്ത് ഒരു കമന്റ് ചെയ്യണം എന്ന് ബോധം ഉണ്ടാവില്ല. ആ ഒരു അരഗൻസിന്റെ പുറത്തോ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം. ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ അയാൾക്ക് അപമാനിക്കാം എന്നല്ല, എന്നോട് ദേഷ്യപ്പെടാം. അപമാനിക്കാൻ അയാൾക്ക് ഇതില്ല, റൈറ്റ് ഇല്ല. പക്ഷെ അതിന് പകരം എവിടെ അടിച്ചാൽ നോവൂന്ന് കൃത്യമായി അറിഞ്ഞിട്ടാണ്. അതുകൊണ്ടായിരിക്കും ഇമ്മീഡിയറ്റ്